കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. ഞാൻ എവിടേക്കും വരുന്നില്ല. ചേച്ചിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അത് ഇവിടെ വെച്ചാവാം. അവൻ വാശിയിലാണ്. എടാ, ഈ നിൽക്കുന്ന പാർവതി നിന്റെ ഭാര്യയാണ്. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടായി, അത് സത്യമാണ് എന്ന് കരുതി ഇനി അതും പറഞ്ഞുകൊണ്ട് ഓർത്തുകൊണ്ടും ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നീ എഴുന്നേറ്റ് പോയി കുളിക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കുവാനായി താഴേക്ക് വരൂ. എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്യുവാണ്. എത്ര നിസ്സാരത്തോടു കൂടിയും ലാഘവത്തോടു കൂടിയുമാണ് ചേച്ചി സംസാരിച്ചു കഴിഞ്ഞത്. നഷ്ടങ്ങളെല്ലാം സംഭവിച്ചത് എനിക്കാണല്ലോ അല്ലേ? എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ്? ഈ നിൽക്കുന്ന പാർവതിയുടെ വീട്ടിൽ നിന്നും ഇവൾ കൊണ്ടുവരുന്ന സ്ത്രീധനത്തുക എടുത്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് നീ ആഗ്രഹിച്ചിരുന്നോ കാശി? വൈദേഹി അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എനിക്കങ്ങനെ ഭാര്യ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന സ്വത്തെടുത്ത് ബിസിനസ് ചെയ്ത് സമ്പാദിക്കേണ്ട അവസ്ഥയില്ല ചേച്ചി. കാശിനാഥൻ അത്രയ്ക്ക് നിലവാരമില്ലാത്തവനും അല്ല. പിന്നെ എന്തിനാണ് കാശി നീ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടുന്നത്? വൈദേഹി ക്ഷമയോടുകൂടി അനുജൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കാശിനാഥൻ എന്തും ക്ഷമിക്കും, പക്ഷെ ചതി, എന്നോട് ചതിയും വഞ്ചനയും കാണിക്കുന്നത്, അതുമാത്രം ഞാൻ സഹിക്കില്ല. എനിക്കൊന്നും വേണ്ടായിരുന്നു, ഒരു രൂപ പോലും ഇവരുടെ കുടുംബത്തിൽ നിന്നും വേണ്ടായിരുന്നു. അന്തസ്സായിട്ട് തന്നെ ഞാൻ ഇവളെ കൂടെ കൂട്ടിയേനെ. എന്നിട്ട് എല്ലാവരും കൂടി എനിക്കിട്ടുണ്ടാക്കിയല്ലേ? അവൻ മുരണ്ടു. ഇവളെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വിളിക്കുമായിരുന്നു. കുറഞ്ഞത് 10-20 ദിവസമെങ്കിലും ഞാനും ഇവളും പരസ്പരം സംസാരിച്ചതാണ്. എന്നിട്ട് ഒരിക്കൽ പോലും ഇവൾ എന്നോട് തുറന്നു പറഞ്ഞിരുന്നില്ല. ശരിയല്ലേടി? അവൻ പാർവതിയെ നോക്കി അലറി. അതേ എന്ന് അവൾ തലകുലുക്കി. കണ്ടില്ലേ ചേച്ചി, കണ്ടില്ലേ? ഇനി പറയൂ, ഞാൻ ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത്? വൈദേഹി നോക്കിയപ്പോൾ കണ്ടു കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതി. എന്നെ വെറും പൊട്ടനാക്കാന്ന് കരുതിയല്ലേടി? ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് ഇവളും ഇവിടെ തന്തേം കരുതി. ഈ കള്ളത്തരം കാണിക്കും മുന്നേ ഇവൾ എന്നോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇവളെ എന്നിലേക്ക് ചേർക്കുമായിരുന്നു. പക്ഷേ ഇവളും ഇവളുടെ വീട്ടുകാരും ചേർന്ന് കാണിച്ച പ്രവൃത്തി. എന്നിട്ട് ഞാൻ എല്ലാം സഹിച്ചു, വീണ്ടും ക്ഷമിച്ചു. നിങ്ങളെല്ലാവരും പറഞ്ഞതനുസരിച്ചുകൊണ്ട് വീണ്ടും ഇവളെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് പറയുകയും അവനെ കിതച്ചു. വൈദേഹി! താഴത്തെ നിലയിൽ നിന്നും അമ്മ വിളിക്കുന്നത് കേട്ടുകൊണ്ട് വൈദേഹി ഇരുവരെയും ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാശിയും പാർവതിയും മാത്രമായി ആ വലിയ മുറിയിൽ. കാശിയേട്ടാ! കുറച്ചു കഴിഞ്ഞതും പാർവതി അവനെ സാവധാനത്തിൽ വിളിച്ചു. അവൻ പക്ഷേ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. കാശിയേട്ടനെ ഈ കുടുംബത്തെയും വേദനിപ്പിച്ചതിലും ബുദ്ധിമുട്ടിച്ചതിനും മാപ്പ് ചോദിക്കാൻ പോലുമുള്ള അർഹത എനിക്കില്ലെന്നറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഏട്ടനോട് ഇതെല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചതായിരുന്നു, പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നെനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ നഷ്ടമായതെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഒരു രാത്രി കൂടി ഇവിടെ കഴിയാൻ അനുവദിക്കണം. നാളെ കാലത്ത് ഞാൻ പൊയ്ക്കോളാം ഏട്ടാ. അവൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇരു കൈകളും കൂപ്പി തൊഴുത് പാർവതി അവനോട് അപേക്ഷിച്ചു. അങ്ങനെ വെറുതെ വിടുന്നില്ല നിന്നെ. ലീഗലായിട്ട് എനിക്ക് ഡിവോഴ്സ് വേണം. അതിനുശേഷം നീ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ. ഡിവോഴ്സിന് വേണ്ട കാര്യങ്ങൾ ഏട്ടൻ നടത്തിക്കോളൂ. ഏട്ടൻ വിളിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ സൈൻ ചെയ്ത് തന്നോളാം. അതിനുശേഷം മതി നീ എവിടേക്കെങ്കിലും പോകുന്നത്, മനസ്സിലായോ? അതിന് മറുപടിയൊന്നും പറയാതെ കൊണ്ട് പാർവതി നിന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞ് അവനുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട എന്ന് കരുതിയായിരുന്നു അവൾ നിശബ്ദയായത്. മക്കളെ, ഭക്ഷണം കഴിക്കാൻ വരൂ, അമ്മ വിളിക്കുന്നുണ്ട്. ജാനകി ചേച്ചിയായിരുന്നു അവിടുത്തെ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന ചേച്ചി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാൻ ചേച്ചി, കാശി പറഞ്ഞു. മോളോ? എനിക്കൊന്നും വേണ്ട ചേച്ചി, വിശപ്പില്ല. അത്താഴം കഴിക്കാതെ കിടക്കാൻ ഇവിടെ ആരും സമ്മതിക്കില്ല കുഞ്ഞെ. എന്തെങ്കിലും വന്ന് എടുത്ത് കഴിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി. കാശി കുളി കഴിഞ്ഞ് വന്നപ്പോൾ പാർവതി അവിടെ കിടന്ന ഒരു കസേരയിൽ ഇരിക്കുകയാണ്. നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല. അവൾ പറഞ്ഞതും കൂടുതലൊന്നും ചോദിക്കാതെ അവൻ താഴേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും
ജാനകി ചേച്ചി വീണ്ടും കയറി വന്നു. ഒരു പ്ലേറ്റിലായി 2 ആപ്പിളും ഒരു റോബസ്റ്റ പഴവും ഉണ്ടായിരുന്നു. ഒപ്പം ഒരു ഗ്ലാസ് പാലും. മോളെ, ഇതെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ സുഗന്ധി ചേച്ചി വഴക്ക് പറയും കേട്ടോ. അവർ അത് കൊണ്ടുവന്ന് മേശയിൽ വെച്ചു. ഞാൻ കഴിച്ചോളാം ചേച്ചി. മോളൊന്ന് മേല് കഴുകുക, എന്നിട്ട് ഈ വേഷമൊക്കെ മാറ്. ഇത് കഴിച്ച് കിടക്കാൻ നോക്ക് കേട്ടോ. ശരി ചേച്ചി. അവർ പോയതും പാർവതി ഡോർ അടച്ച ശേഷം വാഷ്റൂമിലേക്ക് പോയി. തല നനയ്ക്കാൻ പറ്റില്ലായിരുന്നു. കാരണം മുറിവിൽ വെള്ളം പറ്റിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു തന്നെയാണ് പാർവതി ദേഹം കഴുകി ഡ്രസ്സ് മാറിയത്. ഇളം ചൂടുള്ള പാലും ഒരാപ്പിളും എടുത്ത് കഴിച്ച ശേഷം ഡോക്ടർ കൊടുത്തുവിട്ടിരുന്ന ഗുളികകളിൽ രാത്രിയിലേക്കുള്ളത് അവൾ എടുത്ത് കഴിച്ചു. തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം പോലെ, കണ്ണുകളൊക്കെ താനെ അടഞ്ഞു പോകുന്നു. എത്രയോ ദിവസങ്ങളായിട്ട് താനും തൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങാതിരിക്കുകയായിരുന്നുവെന്ന് അവൾ ഓർത്തു. അവസാനം അവർ രണ്ടാളും ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് പോയത്. തന്നെ ഒറ്റയ്ക്കാക്കിയ ശേഷം ആരുടെയെങ്കിലും നെഞ്ചിലേക്ക് വീണ് ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കുവാനായിരുന്നു അവൾക്കപ്പോൾ തോന്നിയത്. അതിൽ പോലും ഒരാൾ തനിക്ക് കൂട്ടായില്ലല്ലോ എന്ന ചിന്ത അവളെ കടന്നാക്രമിച്ചുകൊണ്ടേയിരുന്നു. നെറ്റിയുടെ മുറിവിൻ്റെ വേദന കൂടിക്കൂടി വരികയാണ്. ഒപ്പം വല്ലാത്ത വിങ്ങലും. ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവൾ നിലത്തേക്ക് വിരിച്ചു. ഒരു പില്ലോയും എടുത്തു. കാശിയേട്ടന് വെറുപ്പാണ് തന്നോട്, അടങ്ങാത്ത വെറുപ്പ്. കുറ്റക്കാരിയായി പോയില്ലേ താൻ, തെറ്റ് ചെയ്തവൾ. അച്ഛനോട് പലവട്ടം പറഞ്ഞു നോക്കി. താൻ തുറന്നു പറയാൻ അച്ഛനാണ് സമ്മതിക്കാഞ്ഞത്. അച്ഛൻ്റെ അഭിമാനം. അവസാനമെങ്കിലും എല്ലാം ശുഭമായി വിചാരിച്ചതുപോലെ നടക്കുമെന്ന് അച്ഛൻ വല്ലാതെ മോഹിച്ചു, ആഗ്രഹിച്ചു. അവിടെയാണ് തെറ്റിപ്പോയത്. ഓരോരോ ഓർമ്മകളിൽ പാവം പാർവതി അവിടെ കിടന്നുറങ്ങിപ്പോയിരുന്നു. ആരുടെയോ കൈകൾ തൻ്റെ ശരീരത്തിൽ ഇഴയും പോലെ തോന്നിയതും അവൾ ഞെട്ടി കണ്ണു തുറന്നു. വാ തുറന്ന് നിലവിളിക്കും മുന്നേ അയാൾ അവളെ മേൽപോട്ടെടുത്തുയർത്തി. അപ്പോഴാണ് അവൾ കണ്ടത് അത് കാശിയായിരുന്നുവെന്ന്. എന്തെങ്കിലും പറയും മുന്നേ കാശി അവളെ കൊണ്ടുപോയി ബെഡിലേക്ക് ഇട്ടിരുന്നു. സിനിമയിലും സീരിയലിലും ഒക്കെ കാണും പോലെ നിലത്ത് പായ വിരിച്ച് കിടന്ന് നായകൻ്റെ മനസ്സിൽ കയറി കൂടാമെന്ന് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിലേ അതൊന്നും ഈ കാശിയുടെ അടുത്ത് ചിലവാകില്ല. ബെഡ്ഷീറ്റ് എടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ അവളെ നോക്കി പറഞ്ഞു. പാർവതി അപ്പോഴും ബെഡിൽ എഴുന്നേറ്റിരുന്നു. കാശിയേട്ടാ പ്ലീസ്, ഞാൻ മനസ്സിൽ പോലും വിചാരിച്ച കാര്യങ്ങളാണിതൊക്കെ. ഇങ്ങനെ പറഞ്ഞു കൂട്ടരുത്, എനിക്കത് താങ്ങാനാവില്ല. അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. നിർത്തടി നിന്റെ കരച്ചിൽ, വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതല്ലേ. അവന് ദേഷ്യം വന്നിരുന്നു. ഈ താലി നിന്റെ കഴുത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയാത്തത്. ഇതഴിച്ചു മാറ്റിയാൽ ഏട്ടൻ്റെ പ്രശ്നം തീരുമോ? തീരുമെങ്കിൽ ഊരി തന്നിട്ട് ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം. അതും പറഞ്ഞുകൊണ്ട് പാർവതി ഉറക്കെ കരഞ്ഞു. ഇതഴിച്ചു മാറ്റും, ഇപ്പോഴല്ല. അതിനൊക്കെ കുറച്ച് കാലതാമസം വരും. അതിനു ശേഷമാവട്ടെ എന്നു പറഞ്ഞുകൊണ്ട് കാശി ബെഡിലേക്ക് കയറി കിടന്നു. ചുവരിൽ ചാരിയിരുന്ന് കരയുന്ന പാർവതിയെ കണ്ടതും കൈ എത്തിപ്പിടിച്ച് അവൻ ബെഡിലേക്ക് കിടത്തി. മിണ്ടാതെ കിടന്നുറങ്ങിക്കോണം, എനിക്ക് കാലത്തെ ഓഫീസിൽ പോകാനുള്ളതാണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. എൻ്റെ സേതുവച്ചാ, ഈ പാറൂട്ടിയെ കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? വയ്യ, എനിക്ക് ജീവിതം മതിയായി. ശബ്ദമുണ്ടാക്കാതെ അവൾ പൊട്ടിക്കരഞ്ഞു. എന്തിനാണ് ഭഗവാനെ ഈ പാപിയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഒന്ന് പറഞ്ഞു തരാമോ ഈശ്വര? അവൾക്ക് സങ്കടം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ പരവേശം പോലെ തോന്നിയിട്ട് കാശി കണ്ണു തുറന്നു. മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ സമയം 4 മണി. ഒന്ന് മൂരി നിവർന്ന ശേഷം അവൻ ബെഡിൻ്റെ അങ്ങേ തലയ്ക്കാൻ നോക്കി. കണ്ണീർ വാർത്തുകൊണ്ട് കിടക്കുന്ന പാർവതിയെ അപ്പോഴാണ് അവൻ കണ്ടത്. അവൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. പാർവതി, അവൻ വിളിച്ചപ്പോൾ പേടിയോടെ അവൾ കണ്ണുകൾ തുടച്ചു. ഉറങ്ങുകയാണെന്ന വ്യാജേന എന്നിട്ട് അനങ്ങാതെ കിടന്നു. പിന്നീട് അവനൊന്നും മിണ്ടാൻ കൂടി തുനിഞ്ഞില്ല. 6 മണിയായപ്പോൾ പാർവതി ഉണർന്നു. കാശി അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവൾ കിടക്ക് വിട്ട് എഴുന്നേറ്റു.
തലയ്ക്കൊക്കെ വല്ലാത്ത വേദന. അവൾ നെറ്റി ചുളിച്ചു. ബെഡിൽ നിന്നും എഴുന്നേറ്റ ശേഷം അവൾ വാഷ്റൂമിലേക്ക് പോയി. പല്ല് തേച്ച് മുഖം കഴുകി ഇറങ്ങി വന്ന ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് താൻ തന്നെയാണോ ഇതെന്ന് പോലും തോന്നി. 24 വയസ്സുവരെയും രാജകുമാരിയായിരുന്നു. എന്താഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹനിധികളായ അച്ഛനും അമ്മയും. പാറൂട്ട, എല്ലാ ദിവസവും കാലത്തെ 6 മണിയാകുമ്പോൾ അച്ഛൻ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. താൻ ഒരിക്കലും റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്യില്ല. അച്ഛന് പേടിയായിരുന്നു. ഏറ്റവും കൂടുതൽ അടുപ്പവും അച്ഛനോടായിരുന്നു. ഓരോ ദിവസത്തെയും കോളേജ് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛനുമായി അങ്ങനെ ഇരിക്കും. ഒരു രഹസ്യങ്ങളുമില്ലായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ അസൂയായിരുന്നു ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതുകൊണ്ട്. ബിസിനസ് മീറ്റിംഗ്സ് ഒക്കെ ആയിട്ട് അച്ഛൻ ലോകം മൊത്തം കറങ്ങി വരും. ഏത് പാതിരാത്രി ആയാലും ശരി തന്നെ കാണാതെ കിടക്കില്ല. ആ അച്ഛനും അമ്മയുമാണ്. തന്നെ മാത്രം ഉപേക്ഷിച്ച് അവർ പോയി. എന്നെ കാണാൻ ആഗ്രഹമില്ലേ അച്ഛാ? അമ്മയ്ക്കും വേണ്ടേ എന്നെ? ഒന്നുറക്കെ കരയാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ പോലും തനിക്കാരുമില്ല. ഹൃദയം വിങ്ങിക്കൂടി പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി. അത്രമേൽ വേദന തിങ്ങി നിൽക്കുന്നു. ഇങ്ങനെയൊരു വിധി ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ കൃഷ്ണ. പാർവതി പിന്നിൽ നിന്നും കാശി വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. എന്താ, എന്തുപറ്റി? കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടതും അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമൽ ചലിപ്പിച്ച ശേഷം അവൾ പുറത്തേക്കിറങ്ങി. അവൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴും പാറു ബെഡിലിരിക്കുന്നു. അവനെ കണ്ടതും പാർവതി എഴുന്നേറ്റു. തന്നോടവൾക്ക് എന്തോ പറയുവാനുണ്ടെന്ന് കാശിനാഥൻ അപ്പോൾ തോന്നി. എന്തേ? കാശിയേട്ടാ, ഞാൻ ഇന്നെൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാ. 10 മണിയോടെ ഇറങ്ങിയാൽ ഉച്ചയാകുമ്പോൾ എനിക്കവിടെ എത്താം. തൽക്കാലം നീ എവിടേക്കും പോകുന്നില്ല. അവൻ ഓഫീസിൽ പോകുവാനായി റെഡി ആയിക്കൊണ്ട് പാർവതിക്ക് മറുപടി നൽകി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കാശിയേട്ടാ, എനിക്ക് പോകണം. അത് നീയല്ല പാർവതി തീരുമാനിക്കുന്നത്. നീ എവിടെയാണ് താമസിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. കാശിയേട്ടാ, ഏട്ടനെ ധിക്കരിക്കുകയാണെന്നൊന്നും കരുതരുത്. ഞാൻ തിരിച്ചു പോവാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് 3 ദിവസത്തെ ദാമ്പത്യം മാത്രമേ ഉള്ളെന്ന് ഞാൻ കരുതിക്കോളാം. നീ എങ്ങനെയൊക്കെ കരുതിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ നീ തൽക്കാലം ഇവിടെ നിന്നും എവിടേക്കും പോകുന്നില്ല. ഏട്ടാ പ്ലീസ്, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്. പാർവതി, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മാത്രം മതി. ഇത് കാശിനാഥൻ്റെ വാക്കുകളാണ്. പാർവതി അനുസരിക്കുക തന്നെ ചെയ്യും. അതും പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്ത് പോക്കറ്റിലേക്കിട്ട് അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഒരു നെടുവീർപ്പോട് കൂടി പിന്നാലെ പാർവതിയും. സമയമപ്പോൾ 8 മണിയായിരുന്നു. കാശിയോട് താൻ തിരിച്ചു പോകുന്ന കാര്യം പറയേണ്ടതുകൊണ്ടാണ് അവൾ എഴുന്നേറ്റ് താഴേക്ക് വരാൻ താമസിച്ചത്. താഴെ എത്തിയപ്പോൾ കണ്ടു ഡൈനിങ് ഹാളിൽ മേശയ്ക്ക് ചുറ്റുമായി നിരന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ. പെട്ടെന്ന് അവൾക്കൊരു വല്ലായ്മ അനുഭവപ്പെട്ടു. എങ്ങനെയുണ്ട് പാർവതി, തലവേദനയൊക്കെ കുറവായോ? വൈദേഹി അവളെ കണ്ടതും ചോദിച്ചു. കുറവായി ചേച്ചി, അവൾ പറഞ്ഞു. മാളവികയും കൈലാസും കൂടി അടുത്തടുത്തിരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തായാണ് വൈദേഹിയും ജഗനുമൊക്കെ. കാശിയും തൻ്റെ സ്ഥാനത്ത് നിലയുറപ്പിച്ചു. പാർവതി വന്നിരിക്കുക. വൈദേഹി അവളെ വിളിച്ചു. ഒരു വിറയലോടെയാണ് പാറു കാശിയുടെ അടുത്തായി ഇരുന്നത്. ഇവിടെ എല്ലാവരും കാലത്തെ 6 മണി കഴിയുമ്പോൾ എഴുന്നേക്കും. അതൊക്കെ ഒന്ന് ശീലമാക്കണം കേട്ടോ. വന്നിരുന്നതും സുഗന്ധി അവളോടായി പറഞ്ഞു. പാർവതി തല കുലുക്കിക്കൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് തൻ്റെ അരികിലായി വെച്ചു. തുടരും.